നിലമ്പൂരിൽ എം സ്വരാജ് വരട്ടെ എന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെയെങ്കിലും വെല്ലുവിളി. ആ വെല്ലുവിളി CPM ഏറ്റെടുത്തിരിക്കുന്നു. എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. ആദ്യം എല്ലാവിധ ആശംസകളും. ഒന്നാമത്തെ കാര്യം, ആ വെല്ലുവിളി പാർട്ടി ഏറ്റെടുത്താണോ എം സ്വരാജ് നിലമ്പൂരിലേക്ക് വരുന്നത്? ഞങ്ങൾ അതൊന്നും ഒരു വെല്ലുവിളിയായേ കണക്കാക്കുന്നില്ല. അതൊക്കെ ചില പ്രതികരണങ്ങൾ, അത് അങ്ങനെ മറുപടി പറയേണ്ട പ്രതികരണം പോലുമല്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിരിക്കുന്നു. ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. നിലമ്പൂരിൽ ആര് മത്സരിക്കണമെന്നത് LDFന്റെയും സീറ്റ് നിശ്ചയിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPIMന്റെയും തീരുമാനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു 30-ാം തീയതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് യോഗം. എല്ലാ ആഴ്ചയും സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. നിങ്ങൾക്കറിയാം ഏത് ദിവസമാണെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. PV അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറാണോ? അത് എതിരാളിയോ അങ്ങനെയൊന്നുമല്ല, ഒരു ഫാക്ടറെങ്കിലുമാണോ PV അൻവർ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ വിഷമിപ്പിക്കാനോ ആഗ്രഹിക്കുന്നേയില്ല. സത്യത്തിൽ അദ്ദേഹത്തെ ഈ നിലയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ കോൺഗ്രസിനാണ് ഒരു പങ്കുള്ളത്. അത് ജനാധിപത്യത്തിൽ അത്ര ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നാട് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങളും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അത് തുടരേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ രാജ്യത്ത് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതെ നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇതൊക്കെയാണ് സ്വാഭാവികമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, മുൻപ് LDF സ്വതന്ത്രനായി മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ. അൻവർ മാറിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി പറയുന്നു അൻവർ ഇടതുപക്ഷത്തെ ഒറ്റിയ യൂദാസ് ആണെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രസക്തി അൻവറിനുണ്ടോ ഇപ്പോൾ? അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ അറിയാം. LDFന്റെ ഭാഗമായി നിന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലായിടത്തുനിന്നും വലിയ സ്നേഹാദരങ്ങളാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാഹചര്യം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതായി കേട്ടു. അത് നമ്മുടെ നാടിന്റെ മുൻപാകെ ഉണ്ട്. LDF എപ്പോഴും എല്ലാവരോടും നീതി പുലർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂർ മണ്ഡലം CPMന് ഒരു കിട്ടാക്കനിയൊന്നുമല്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ ക്യാമ്പയിനുകൾ നമ്മളോട് യാഥാർത്ഥ്യമാക്കും, സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായിരിക്കുമോ എന്ന് പറയുന്നത് അത് റിഫ്ലക്ട് ചെയ്യുമോ? അതെ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ദേശീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള അടിയുറച്ച നിലപാട്, മതനിരപേക്ഷ കാഴ്ചപ്പാട്, ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇതെല്ലാം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പറയുന്ന പോലെ ഒരു ആക്ഷേപമുണ്ട്. അത് ചില കൺഫ്യൂഷൻ CPMൽ ഉണ്ടായിരുന്നു, LDFൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കും അതിൽ ചെറിയ പങ്കുണ്ട്. ചില വാർത്തകളിലൊക്കെ പരാമർശിക്കപ്പെട്ട പേരുകളൊക്കെ ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഒരു ഘട്ടത്തിലും കടന്നു വന്നിട്ടില്ലാത്ത പേരുകൾ പോലും സ്ഥാനാർത്ഥിയാവുന്നു എന്ന മട്ടിൽ സമൂഹത്തിന്റെ മുൻപാകെ വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ആലോചിച്ച കാര്യങ്ങളല്ല. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തവർക്കും അത് വിശ്വസിച്ചവർക്കുമായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവുക. പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ആശയക്കുഴപ്പവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല.